Hi friends, welcome to Spoken English class. We will look at some more daily use sentences. Listen to these sentences and use them in your conversations. He is doing MCA at Kerala University. അവൻ കേരള യൂണിവേഴ്സിറ്റിയിൽ MCA ചെയ്യുകയാണ്. He is doing MBA at NIT. അവൻ NITയിൽ MBA ചെയ്യുകയാണ്. അവർ MG റോഡിൽ ഒരു പുതിയ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. They have started a new office on MG Road. അവരുടെ പുതിയ ഓഫീസ് MG റോഡിൽ ആണ്. Their new office is on MG Road. ഞങ്ങളുടെ ഓഫീസ് ആദർശ് നഗർ റോഡിലാണ്. അവർ ഓഫീസ് ഈസ് ഓൺ ആദർശ് നഗർ റോഡ്. ഞങ്ങളുടെ ഓഫീസ് ആദർശ് നഗറിൽ ആണ്. അവർ ഓഫീസ് ഈസ് ഇൻ ആദർശ് നഗർ. Did you see him at the party? നീ പാർട്ടിയിൽ അയാളെ കണ്ടുവോ? I met him at the party. ഞാൻ പാർട്ടിയിൽ അയാളെ കണ്ടു. ഞാൻ പാർട്ടിയിൽ അയാളെ കണ്ടില്ല. I didn't see him at the party. We met at the conference. ഞങ്ങൾ കോൺഫറൻസിൽ കണ്ടുമുട്ടി. I met him at the bus stop. ഞാൻ ബസ് സ്റ്റോപ്പിൽ അയാളെ കണ്ടു. They met at the cafe. അവർ കഫേയിൽ കണ്ടുമുട്ടി. അവൾ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുകയാണ്. She works in a restaurant or she works at a restaurant. മീറ്റിംഗ് എത്ര മണിക്കാണ്? At what time is the meeting? ലെക്ചർ എത്ര മണിക്കാണ്? At what time is the lecture? കോൺഫറൻസ് എത്ര മണിക്കാണ്? At what time is the conference? പാർട്ടി എത്ര മണിക്കാണ്? At what time is the party? നമുക്ക് രാവിലെ 10 മണിക്ക് കാണാം. We will meet at 10 in the morning. അയാൾ രാത്രി 10 മണിക്ക് എത്തും. He will arrive at 10 p.m. She was talking too much at lunch. അവൾ ലഞ്ച് സമയത്ത് വളരെയധികം സംസാരിക്കുകയായിരുന്നു. The children were playing at midnight. കുട്ടികൾ അർദ്ധരാത്രിക്ക് കളിക്കുകയായിരുന്നു. On what day is the meeting? മീറ്റിംഗ് ഏത് ദിവസമാണ്? The meeting is on Monday. മീറ്റിംഗ് തിങ്കളാഴ്ചയാണ്. Not in Monday or at Monday. On what day is the party? പാർട്ടി ഏത് ദിവസമാണ്? The party is on Sunday. പാർട്ടി ഞായറാഴ്ചയാണ്. On what date is the marriage? മാരേജ് എത്രാം തീയതി ആണ്? The marriage is on 30th November. മാരേജ് നവംബർ 30-നാണ്. When is his birthday? എന്നാണ് അവൻ്റെ ജന്മദിനം? His birthday is on 14th May. അവൻ്റെ ജന്മദിനം മെയ് 14 ആണ്. His birthday is on Monday. അവൻ്റെ ജന്മദിനം തിങ്കളാഴ്ചയാണ്. His birthday is in May. അവൻ്റെ ജന്മദിനം മെയ് മാസത്തിലാണ്. Not at May or on May. Our flight is on Friday. ഞങ്ങളുടെ ഫ്ലൈറ്റ് വെള്ളിയാഴ്ചയാണ്. Not at Friday or in Friday. There is no assembly on Thursday. വ്യാഴാഴ്ച അസംബ്ലി ഇല്ല. There will not be special classes on weekdays. പ്രവൃത്തി ദിവസങ്ങളിൽ പ്രത്യേക ക്ലാസുകൾ ഉണ്ടാകില്ല. He reached Chennai on Sunday. അവൻ ഞായറാഴ്ച ചെന്നൈയിൽ എത്തി. India became independent on 15 August 1947.
1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ഇന്ത്യ became independent in August 1947. 1947 ഓഗസ്റ്റിൽ ഇന്ത്യ സ്വതന്ത്രമായി. ഇന്ത്യ became independent in 1947. 1947 ഇന്ത്യ സ്വതന്ത്രമായി. We must use at with time. For example, at 10 a.m., at 11 p.m. We must use on with days and dates. On Monday, on 14th May. We must use in with month and year. For example, in March in 2025. He returned from Chennai on 20th November. അവൻ നവംബർ 20 ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്നു. ക്രിസ്മസ് ഈസ് ഇൻ ഡിസംബർ. ക്രിസ്മസ് ഡിസംബറിൽ ആണ്. ഓണം വിൽ ബി ഇൻ ഓഗസ്റ്റ് ഓർ സെപ്റ്റംബർ. ഓണം ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആയിരിക്കും. ഞങ്ങൾ കുറച്ച് നിമിഷങ്ങൾക്കകം അവിടെ എത്തും. We will be arriving there in a few minutes. Or we will be arriving there within a few minutes. അവൻ 6 മാസത്തിൽ പ്രോഗ്രാമിംഗ് പഠിച്ചു. He learned programming in 6 months. അവൻ ഏപ്രിലിൽ കേരളത്തിലേക്ക് പോകും. He will go to Kerala in April. അവൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. She gets up early in the morning. രാത്രി 9 മണിക്ക് മുൻപേ തിരിച്ചു വരൂ. Please come back before 9 p.m. ഞങ്ങൾ ട്രെയിനിലാണ് സഞ്ചരിച്ചത്. We traveled by train. അവർ അവരുടെ സുഹൃത്തിന്റെ കാറിലാണ് വന്നത്. They came in their friend's car. ഇന്നലെ മുതൽ അവൾ ഒന്നും കഴിച്ചിട്ടില്ല. She has not taken anything since yesterday. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ അയാൾ പുകവലിക്കുന്നില്ല. He has not been smoking since last Sunday. രാവിലെ 8 മണി മുതൽ അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He has been working since 8 a.m. കഴിഞ്ഞ 8 മണിക്കൂറായി അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He has been working for the last 8 hours. കഴിഞ്ഞ 3 വർഷങ്ങളായി അയാൾ കൊല്ലത്ത് താമസിക്കുകയാണ്. He has been residing in Kollam for the last 3 years. 2010 മുതൽ അയാൾ കൊല്ലത്ത് താമസിക്കുകയാണ്. He has been living in Kollam since 2010. അയാൾ അവിടെ ഒരു ആഴ്ച താമസിച്ചു. He stayed there for a week. പേനയ്ക്ക് അവൻ 15 രൂപ കൊടുത്തു. He paid 15 rupees for the pen. അയാൾ സഹോദരിക്ക് വേണ്ടി ഒരു ഡ്രസ്സ് വാങ്ങിച്ചു. He bought a dress for his sister. നിന്നെ ആരോ കാത്തിരിക്കുന്നുണ്ട്. Somebody is waiting for you. അവർ പാലക്കാട്ടിലേക്ക് പോവുകയാണ്. They are going to Palakkad. ഞങ്ങൾ അടുത്ത ആഴ്ച ഡൽഹിയിൽ പോകും. We are going to Delhi next week. ചൂട് 25 ഡിഗ്രി സെൽഷ്യസിലും താഴെ പോകാം. The temperature may fall below 25 degree Celsius. കഴിഞ്ഞ വർഷം മഴ ശരാശരിയേക്കാളും താഴെ ആയിരുന്നു. Rainfall was below average last year. His work was below average. അയാളുടെ ജോലി ശരാശരിയേക്കാളും താഴെയാണ്. He kept the book below the shelf. അവൻ ബുക്ക് ഷെൽഫിന്റെ ചുവട്ടിൽ വെച്ചു. അവൾ ആഭരണങ്ങൾ തലയിണയ്ക്ക് അടിയിൽ ഒളിപ്പിച്ചു. She hid the ornaments under the pillow. അവൻ ഒരു മരത്തിന് ചുവട്ടിലാണ് ഇരിക്കുന്നത്. He is sitting
under a tree. രാമു രാജുവിൻ്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. രാമു ഈസ് വർക്കിംഗ് അണ്ടർ രാജു. പ്രഭാതചര്യയ്ക്ക് ശേഷം ഞാൻ കുറച്ചു നേരം യോഗ ചെയ്തു. After the morning routines, I did yoga for some time. യോഗ ചെയ്തതിനു ശേഷം ഞാൻ കുറച്ചു നേരം വിശ്രമിച്ചു. After doing yoga, I rested for some time. ഞാൻ എത്തുന്നതിന് മുൻപ് എൻ്റെ സുഹൃത്ത് പോയിരുന്നു. My friend had left before I reached. While going to Palakkad from Mundur, Olavakkod is before Palakkad and Palakkad is after Olavakkod. മുണ്ടൂരിൽ നിന്ന് പാലക്കാട്ടിലേക്ക് പോകുമ്പോൾ ഒലവക്കോട് പാലക്കാടിന് മുൻപും പാലക്കാട് ഒലവക്കോടിന് ശേഷവും ആണ്. അയാൾക്ക് 11 മണിക്ക് ശേഷം വരാം. He can come after 11 AM. വൈകുന്നേരം 5 മണിക്ക് ശേഷം അയാൾ നിങ്ങളെ കാണും. He will meet you after 5 PM. വൈകുന്നേരം 6 മണിക്ക് മുൻപ് അയാൾ നിങ്ങളെ കാണും. He will meet you before 6 PM. അജിത്ത് എൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അജിത്ത് ഈസ് സിറ്റിംഗ് നിയർ മീ. രാജു എൻ്റെ അരികിലാണ് ഇരിക്കുന്നത്. രാജു ഈസ് സിറ്റിംഗ് ബിസൈഡ് മീ. ഞാൻ വരിയിൽ നിൽക്കുകയാണ്. ഐ ആം സ്റ്റാൻഡിംഗ് ഇൻ ദ ലൈൻ. അജിത്ത് എൻ്റെ വലതുവശത്താണ് ഇരിക്കുന്നത്. അജിത്ത് ഈസ് സിറ്റിംഗ് ഓൺ മൈ റൈറ്റ്. രാജു എൻ്റെ ഇടതുവശത്താണ് ഇരിക്കുന്നത്. രാജു ഈസ് സിറ്റിംഗ് ഓൺ മൈ ലെഫ്റ്റ്. ഞാൻ അജിത്തിനും രാജുവിനും ഇടയിലാണ് ഇരിക്കുന്നത്. ഐ ആം സിറ്റിംഗ് ബിറ്റ്വീൻ അജിത്ത് ആൻഡ് രാജു. കുമാർ എൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. കുമാർ ഈസ് സ്റ്റാൻഡിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഗോപി എൻ്റെ പിന്നിലാണ് നിൽക്കുന്നത്. ഗോപി ഈസ് സ്റ്റാൻഡിംഗ് ബിഹൈൻഡ് മീ. ഞാൻ കുമാറിൻ്റെയും ഗോപിയുടെയും ഇടയിലാണ് നിൽക്കുന്നത്. ഐ ആം സ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ കുമാർ ആൻഡ് ഗോപി. വിമൻ ലൈക്ക് ടു വെയർ കോസ്റ്റ്ലി ഡ്രസ്സസ് അറ്റ് ഫെസ്റ്റിവൽസ്. സ്ത്രീകൾക്ക് ഉത്സവങ്ങളിൽ വിലപിടിച്ച ഡ്രസ്സുകൾ ധരിക്കാൻ ഇഷ്ടമാണ്. വീട്ടിൽ അറ്റ് ഹോം ഓർ ഇൻ ദ ഹൗസ്. റൂമിൽ ഇൻ ദ റൂം. അടുക്കളയിൽ ഇൻ ദ കിച്ചൺ. ഹാളിൽ ഇൻ ദ ഹാൾ. രാവിലെ ഇൻ ദ മോർണിംഗ്. വൈകുന്നേരത്ത് ഇൻ ദി ഈവനിങ്. ഉച്ചയ്ക്ക് അറ്റ് നൂൺ. രാത്രിയിൽ അറ്റ് നൈറ്റ്. അർദ്ധരാത്രിയിൽ അറ്റ് മിഡ് നൈറ്റ്. 1947 ഇൻ 1947. ഏപ്രിലിൽ ഇൻ ഏപ്രിൽ. ഞായറാഴ്ച ഓൺ സൺഡേ. ഓഗസ്റ്റ് 15 ഓൺ 15 ഓഗസ്റ്റ്. രാവിലെ 7:30 മണിക്ക് അറ്റ് 7:30 AM. പാർട്ടിയിൽ അറ്റ് ദ പാർട്ടി. മീറ്റിംഗിൽ അറ്റ് ദ മീറ്റിംഗ്. ചടങ്ങിൽ അറ്റ് ദ ഫംഗ്ഷൻ. സ്ഥലത്ത് അറ്റ് ദ വെന്യൂ ഓർ അറ്റ് ദ പ്ലേസ്. യാത്രയുടെ തുടക്കത്തിൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ജേർണി. വർഷാരംഭത്തിൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. മാസത്തിൻ്റെ തുടക്കത്തിൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ മന്ത്. ആഴ്ചയുടെ തുടക്കത്തിൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ വീക്ക്. ദിവസത്തിൻ്റെ തുടക്കത്തിൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഡേ. യാത്രയുടെ അവസാനത്തിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ജേർണി. വർഷാവസാനത്തിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. മാസാവസാനത്തിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത്. Thanks very much for watching this video. Please like, share and subscribe to my channel. For more similar videos, please visit my YouTube channel. PDF files of the lessons are available in the folder English.
The link has been shared in the description below. For any clarification or doubts, you can contact me on my phone. Thank you.